രണ്ട് മൂന്ന് നല്ല ചെറുപ്പക്കാര്, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവര്, വെജിറ്റേറിയൻ സിദ്ധാന്തം, വെജിറ്റേറിയൻ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നവര് അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. സാറേ, ഞങ്ങൾ ഈ വെജിറ്റേറിയനിസത്തെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ചെടികൾക്ക് ജീവനില്ലേ, ചെടികൾക്ക് ആത്മാവില്ലേ, ഇപ്പം രണ്ടും ഒരുപോലെയല്ലേ, അതിനെന്താ ഉത്തരം പറയാന്ന് ചോദിക്കേണ്ടായി. ഞാൻ ഓരോ വ്യക്തിയോടും പറയുന്നു, നമ്മുടെ നാടിൻ്റെ നന്മകളും നമ്മുടെ ആത്മീയതയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും ഇതെല്ലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലാണ് നമ്മളുടെ ലക്ഷ്യം. അതിന് കൃത്യമായിട്ട് പറയേണ്ട വരിയാണ്, വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല പറഞ്ഞു കൊടുക്കുക. വാദിക്കാനും ജയിക്കാനും ശ്രമിക്കേണ്ട കാര്യവുമില്ല. അയാളെ കൊണ്ട് നമ്മൾ പറയുന്നത് അംഗീകരിപ്പിക്കേണ്ട ശ്രമവും നടത്തരുത്. അറിയിച്ച് സ്വമനസാലെ നല്ല രീതിയിൽ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ അത് ചെയ്യാനേ നമ്മൾ നേതൃത്വം നൽകാവൂ, ഗൈഡൻസ് കൊടുക്കാവൂ. അയാളെ കൊണ്ട് വെജിറ്റേറിയനിസം അംഗീകരിപ്പിക്കണമെങ്കിലും കൈക്കൂലി വാങ്ങിക്കരുത് എന്നുള്ളതിനെ കൊണ്ട് അംഗീകരിപ്പിക്കണമെങ്കിലും മദ്യപിക്കരുത് എന്നുള്ളത് അംഗീകരിപ്പിക്കണമെങ്കിലും വ്യഭിചരിക്കരുത് എന്നുള്ളത് അംഗീകരിക്കണമെങ്കിലും അസത്യത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും കൂടെ നിൽക്കരുത് എന്നുള്ളത് അംഗീകരിപ്പിക്കണമെങ്കിലും ശ്രമിച്ചാൽ ചിലപ്പോൾ വിജയിച്ചു എന്ന് വരില്ല. കാരണം ചിലരുടെയൊക്കെ ജന്മസ്വഭാവം അതാണ്, അല്ല മുജ്ജന്മ വാസന അതിൽ തന്നെ ആയതുകൊണ്ട് അവരത് തുടരും. പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ മാനസികമായിട്ട് ബോധവൽക്കരിച്ച് മാറ്റാൻ സാധിക്കുമെങ്കിൽ ശ്രമിക്കാം. ഇനി ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. ഏത് വ്യക്തി നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കാം, ചെടികൾക്ക് ജീവനില്ലേ, അതിൽ ആത്മാവില്ലേ, അപ്പൊ അതിന് വേദനയില്ലേ, അപ്പൊ പിന്നെ മൃഗങ്ങളെ കൊല്ലുന്നതും ചെടികളെ മുറിച്ച് തിന്നുന്നതൊക്കെ ഒരുപോലെയല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. ഞാൻ നേരത്തെ പറഞ്ഞ വരികൾ കൂടി എടുത്തതിന് ശേഷം അവരോട് കൊടുക്കാനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ. അത് അവർ അംഗീകരിച്ചാലും വിരോധമില്ല, അംഗീകരിച്ചില്ലേലും വിരോധമില്ല. അവരെ കൊണ്ട് അംഗീകരിപ്പിക്കലും നമ്മുടെ ദൗത്യമൊന്നുമല്ലല്ലോ. അറിയിക്കലും കഴിയുന്നത്രയും ഫോളോ ചെയ്യിപ്പിക്കലും മാത്രം നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് എടുത്താൽ വളരെ ലളിതമായിട്ട് പറയാൻ സാധിക്കും. നമുക്ക് ഒരു മത്തങ്ങ മുറിക്കുന്നതും ഒരു കുമ്പളങ്ങ മുറിക്കുന്നതും പടവലങ്ങ മുറിക്കുന്നതും ചക്ക മുറിക്കുന്നതും അല്ലെങ്കിൽ പയറ് മുറിക്കുന്നതും ഉരുളക്കിഴങ്ങോ ഉള്ളിയോ വാഴക്കയോ അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഏതെങ്കിലും തൊലി കളഞ്ഞ് മുറിക്കുന്നതും ഒരു കോഴിയെ കൊല്ലുന്നതും പന്നിയെ കൊല്ലുന്നതും ആടിനെ കൊല്ലുന്നതും പോത്തിനെ കൊല്ലുന്നതും അത് പെടഞ്ഞ് ചോര ചീറ്റി മരിക്കുന്ന ആ സീനും വെജിറ്റബിൾ മുറിക്കുന്ന സീനും ഒരേപോലെയാണ് എന്നാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് വേണമെങ്കിൽ കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല, തീർന്നു, നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ആ കോഴിയുടെ തൂവല് ജീവനോടെ പറിക്കുന്ന കാഴ്ച കാണാം. അതിനെ ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞ് വേദനിപ്പിച്ച് കൊല്ലുന്ന സീൻ കാണാം. പലപ്പോഴും ഹലാൽ ചിക്കനും ഹലാലൊക്കെ ഉണ്ടായത് അറബിയിലെ പണ്ട് 1300 വർഷങ്ങൾക്ക് മുമ്പ് ചത്തതും ചീഞ്ഞതുമൊക്കെ തിന്നുന്നവരുണ്ടായിരുന്നു. അവരെ മാറ്റാൻ വേണ്ടി പ്രവാചകൻ കണ്ടുപിടിച്ച മെത്തേഡാണ് ജീവനുള്ളതിനെ കൊന്നേ തിന്നാവൂ, ചീഞ്ഞതും പുഴുത്തതും തിന്നരുത് എന്നുള്ളതിന് അന്ന് കണ്ടുപിടിച്ചതാണ്. ഇന്നതിന് എത്ര പ്രസക്തി ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ആ ഹലാലിന്റെ പേരിലൊക്കെ അത് അനുഭവിക്കുന്ന വേദന, ഒരു മിനിറ്റ് കൊണ്ട് അതിനെ കൊന്ന് തിന്നുകയാണെങ്കിൽ ഏറ്റവും അഭികാമ്യം അതാണ്. ഒരു വെസ്റ്റേൺ സിസ്റ്റം മാതിരി ഒരു സ്റ്റൺ ഗണ്ണോ ചെറിയ ഗണ്ണുണ്ട്, അതുകൊണ്ട് നെറ്റിയിലടിച്ചാൽ തലച്ചോറ് ചെതറിപ്പോകും, പിന്നെ അതിന് വേദന അനുഭവിക്കില്ല. അങ്ങനെയൊന്നും അല്ല ഇവിടെ കൊല്ലുന്നത്. നരകയാതന അനുഭവിപ്പിച്ച് കൈകാലിട്ടടിച്ച് മണിക്കൂറുകളോളം ചോര തീറ്റി അത് അനുഭവിക്കുന്ന വേദന അത്ര തന്നെ പെടച്ചിലും ചോര ചീറ്റലുമൊക്കെ വെജിറ്റബിൾസ് മുറിക്കുമ്പോഴും കാണാമെങ്കിൽ അത് രണ്ടും ഒന്നായിട്ട് തോന്നുന്നവർക്ക് പിന്നെ എന്ത് വേണമെങ്കിലും കഴിക്കാം എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തം കഴിച്ചു. ഞാൻ വീണ്ടും ആവർത്തിക്കാം, വെജിറ്റബിൾസിലെ ഓരോന്നും മുറിക്കുന്നതും അത് ഭക്ഷണ പദാർത്ഥമാക്കി മാറ്റുന്നതും ജീവനുള്ള പശു, ആട്, കോഴി, താറാവ്, പോത്ത്, പന്നി ഇതിനെ കൊന്ന് അതിൻ്റെ ഇറച്ചിയെടുത്ത് മാറ്റി പാചകം ചെയ്യുന്നതും ഒരേപോലെയാണെന്ന് തോന്നുന്നുവെങ്കിൽ നമുക്ക് ഇഷ്ടം മാതിരി ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്ത് വിട്ടേക്കണം. ആരെങ്കിലും കൊണ്ട് അംഗീകരിപ്പിക്കലല്ല നമ്മുടെ ജോലി. നമ്മുടെ ജോലി എന്ന് പറയുന്നത് കാര്യങ്ങൾ അറിയിച്ച് ധന്യമായിട്ട് വെജിറ്റേറിയനിസത്തിലേക്ക് കൊണ്ടുവരലാണ്.
അഭൂതപൂർവമാം വിധത്തിൽ കേരളത്തില് വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ എണ്ണം വളരെ കൂടി വരുന്നു. മുക്കിലും മൂലയിലും വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഇന്നുണ്ട്. ഒരു 3 വർഷം മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഓർമ്മിക്കുക, ധാരാളം സൗകര്യങ്ങളും ധാരാളം വിഭവങ്ങളും ഇഷ്ടമുള്ള ഐറ്റങ്ങളൊക്കെ വെജിറ്റേറിയനിസത്തിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തില് പ്രത്യേകിച്ചും വെജിറ്റേറിയനിസത്തിലേക്ക് വരാനുള്ള ട്രെൻഡ് വളരെ കൂടുന്നുണ്ട്. അത് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു.